ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു അടിപൊളി ചിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഓണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നേന്ത്രക്കായ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെഡിയാക്കാം. പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. നല്ല കറുമുറ എന്നുള്ള ചിപ്സ് റെഡിയാക്കി എടുക്കാം. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ മൂത്ത 5 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. അത് 2 ഭാഗം കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് എടുക്കണം. നമുക്ക് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് അതിന് കീറിയിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ നേന്ത്രക്കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് തൊലിൻ്റെ ഒരംശവും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന കട്ടർ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നും ചെയ്യണ്ട, ഉപ്പിലിട്ടൊക്കൊന്നും വേണ്ട. കായ തൊലി കളഞ്ഞിട്ടൊന്ന് കേക്ക് എടുക്കണം. നമുക്ക് കുറേ സമയം ഇട്ടൊക്കൊന്നും വേണ്ട, ഒന്ന് അതിൻ്റെ കറ പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കേക്ക് എടുത്താൽ മതി. കുറേ സമയമൊന്നും വെള്ളത്തിലിട്ടേക്കേണ്ട ആവശ്യമില്ല. ചിപ്സ് വറുത്തെടുക്കാൻ വേണ്ടി ഒരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, വിറക് കത്തിച്ചിട്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ ചിപ്സ് നേന്ത്രക്കായ കട്ട് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിടാം. ഇതാണ് കട്ടർ. നേന്ത്രക്കായ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ വട്ടത്തിൽ ചെറിയ ഇതായിട്ട് അത് കട്ടില്ലാതെ എണ്ണയിലിട്ട് തന്നെ ചാടും. അങ്ങനെ എല്ലാം അത് ഒരു 1.5 പീസ് നേന്ത്രക്കായാണ് ഞാനിതിൽ ഒരു ടൈമിൽ വറുത്തെടുത്ത്. അത്രേ അതിൽ പോവുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പപ്പടക്കോല് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ പുറത്ത് വെച്ച് പാത്രത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നൊന്നുമേ അതിൻ്റെ മുകളിലായി കിടന്ന് കട്ടിയായി കിടക്കും. അപ്പോൾ അത് വറുത്തെടുക്കാൻ പാടാണ്. ഇങ്ങനെ ആകുമ്പോൾ എല്ലാം വേറിട്ടിങ്ങനെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പാകം. ഞാനിത് ഓയിലിലാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിക്കാം. ഇനി പപ്പടക്കോല് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിപ്സ് റെഡിയായോ എന്ന് അറിയാൽ ഇതിന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പത ഒന്ന് നിൽക്കും. അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് ഉപ്പും എടുത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് കുറുന്നനെ കലക്കിയെടുക്കുക. നന്നായിട്ട് കലക്കി, ഉപ്പൊക്കെ നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചിപ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ച മഞ്ഞൾപ്പൊടിൻ്റെ ഉപ്പും അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് പതച്ച് വരും. പതച്ച് വന്ന് ആ പത നിൽക്കുമ്പോഴാണ് നമ്മുടെ ചിപ്സ് റെഡിയാവുക. അങ്ങനെ നന്നായിട്ട് പതക്കണുണ്ട്. നമ്മൾ പപ്പടക്കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ആ ചിപ്സിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് ഇട്ടിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ കണ്ടതിൻ്റെ പത നിന്നാൽ നമുക്ക് ഒരു കോരി വെച്ചിട്ട് അത് കോരി എണ്ണ വാരുന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ നന്നായിട്ട് പത നിന്നിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാം. അങ്ങനെ ചിപ്സ് ഇവിടെ റെഡി. എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് എത്ര വേണമെങ്കിലും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് ഒരു 3 കിലോ നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ തൂക്കി നമ്മൾ ചിപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ 1 കിലോ ചിപ്സ് നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ
ഒരു അളവ്. ഞാനിവിടെ 5 നേന്ത്രക്കായ എടുത്തത്. ഇതൊരു ഞാൻ തൂക്കി നോക്കിയൊരു 250 ഉണ്ട്. കായ ഒരു 800-850 ഗ്രാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചിപ്സാണ്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു. അങ്ങനെ പെട്ടെന്ന് ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷനിൽ